വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ പോയാൾ പോയി, കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കൂല. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്നു. ഹലോ ഗായ്സ്, ഇന്ന് റീൽസ് ഒന്നും ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ചെറിയൊരു യാത്രയാണ്. വേറെ എവിടേക്കുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചെറിയൊരു വാട്ടർഫാൾസാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്കായി ഞാൻ ഈ വഴി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് കല്ലാനോട് റൂട്ടിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാറി കക്കയം മലമുകളിലാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. കക്കയം ടൗണ് മുതൽ ഡാം സൈറ്റ് വരെ കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. ഒട്ടനവധി മനോഹരങ്ങളായ കാഴ്ചകളാണ് നമുക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വീതി കുറഞ്ഞ റോഡാണെങ്കിലും നല്ല നല്ല കാഴ്ചകൾ കാണുന്ന സ്ഥലങ്ങളിൽ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ പൈപ്പ് ലൈൻ കണ്ടോ? ഞാൻ ഏറ്റവും അതിശയപ്പെട്ടു പോയത് ഇത് കണ്ടിട്ടാണ്. താഴെ പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പൈപ്പാണത്. പകുതി എത്തിയപ്പോൾ വണ്ടിയൊന്ന് ഒതുക്കി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടങ്ങി. മുകളിലോട്ട് കയറും തോറും തണുപ്പും ചീവീടുകളുടെ ശബ്ദവും കൂടിക്കൂടി വന്നു. വഴിയിൽ ആനയുടെയും കടുവയുടെയും ബോർഡൊക്കെ കാണുന്നുണ്ട്. ആരും പേടിക്കണ്ട കേട്ടോ. നമ്മൾ വീണ്ടും ഒരുപാട് മുകളിലേക്ക് എത്തി. വീണ്ടും വണ്ടി ഒന്ന് ഒതുക്കി 2 സെൽഫികളൊക്കെ എടുത്തു. ഈ വഴി വരുമ്പോൾ ആരും ഒന്ന് നോക്കിപ്പോകുന്നൊരു മരമാണ്, ഒന്നൊന്നര മരം. 2 പേരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചാൽ എത്താത്തത്ര വണ്ണം. അങ്ങനെ ഞങ്ങൾ ഒന്നാമത്തെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. 60 രൂപയാണ് ഇവിടെ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇത് ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ഫീ മാത്രമാണ്. ഈ കാണുന്ന ഒരു സൂപ്പർ വ്യൂ പോയിൻ്റ് ആണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. നമ്മളങ്ങനെ 14 കിലോമീറ്റർ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് ഡാം സൈറ്റിലെത്തി. ഡാം സൈറ്റിലേക്ക് കയറാൻ 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ എത്തി ചുറ്റുപാടും ഒന്ന് നോക്കുമ്പോഴത്തേക്ക് മൈൻഡ് ആകെ ഒന്ന് ഫ്രീ ആകും. കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ബോട്ടിംഗ് ആണ്. താല്പര്യമുള്ളവർക്ക് ഇതും എൻജോയ് ചെയ്യാം. പക്ഷെ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇതൊന്നുമല്ല കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൊന്നായ ഊഞ്ഞാലാണ്. ഡാമിൻ്റെ സൈഡിൽ ഈ ഊഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഊഞ്ഞാലാടിയും നമ്മുടെ വാട്ടർഫാൾസിൻ്റെ കാര്യം അങ്ങ് മറന്നു. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടന്നു പോകണം അങ്ങോട്ടെത്താൻ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ ആളുണ്ടേ. ഇവിടെ വരുമ്പോൾ കുട്ടികളെയെല്ലാം നല്ലോണം കെയർ ചെയ്യണേ. നമ്മളും ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് അറിയാതെ എങ്ങാനും പോയത് തന്നെ പിന്നെ തിരച്ചിലില്ല. കേരളത്തിലെ തിരച്ചിലില്ലാത്ത ഏക വെള്ളച്ചാട്ടം ഉരക്കുഴി വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ കാണുന്നത് ഡാമിൻ്റെ ഷട്ടറുള്ള ഭാഗമാണ്. ഇവിടെയും നല്ല കാഴ്ചകളാണ്. നടന്ന് തളർന്നു. അവസാനം നമ്മൾ കാത്തിരുന്ന സ്ഥലത്തെത്തി. നടന്ന് തളർന്നാൽ എന്താ, ഇവിടെ എത്തിയാൽ ശുദ്ധമായ വെള്ളം കുടിക്കാലോ. അങ്ങനെ ഞാനും കുടിച്ചു പ്രകൃതിയുടെ ശുദ്ധമായ വെള്ളം. ഇനി അല്പം ഞാൻ വായടച്ചു വെക്കാം. കാഴ്ചകളിലേക്ക് പോകാം. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പൊളിഞ്ഞ പാലം കണ്ടോ? ഇവിടെ നിന്നായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉരക്കുഴി വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ചിരുന്നത്. 2018 പ്രളയത്തിൽ ഇത് തകർന്നുപോയി. ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ച ആ സ്ഥലം, ഉരക്കുഴി വെള്ളച്ചാട്ടം. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ്, എന്നാലും ഇതൊരു അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിലാണ്. ഈ വെള്ളച്ചാട്ടത്തിന് ഏകദേശം 600 അടി താഴ്ചയുണ്ട്. ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ വെള്ളച്ചാട്ടം കൂടുതൽ പ്രസിദ്ധമായത്. അതിൻ്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. സപ്പോർട്ട് ചെയ്യണേ.